വരാന് രാവിലെ തന്നെ ബോളി തിന്നാൻ പൂതി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്ത് കുക്കറിലിട്ട് ഒരു 5 വിസിൽ കേൾപ്പിച്ചപ്പോഴത്തേക്കും കടലപ്പരിപ്പ് വെന്ത് കിട്ടി. അതിൽ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടോ. ഇനി ഇതിൻ്റെ ഡോ തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. സാധാരണ പൂരിക്കോ ചപ്പാത്തിയോ കുഴക്കുന്ന പോലെയല്ല, കുറച്ചുകൂടെ ലൂസായിട്ട് സ്റ്റിക്കി ആയിട്ടാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. ഏകദേശം ഇതുപോലെ കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ഓയിൽ ചേർത്ത് കൊടുക്കും. ഓയിൽ ചേർക്കുന്നത് കയ്യിൽ സ്റ്റിക്ക് ആവാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് ഇടിച്ച് പദം വരുത്തണം, എന്നാലേ മാവ് നല്ല സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നികക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമ്മുടെ കടലപ്പരിപ്പിൽ വെള്ളമെല്ലാം വാർന്നിട്ടുണ്ടാവും. നമുക്കതിനെ ഒരു ഫ്രൈങ് പാനിലേക്ക് അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് കിട്ടും കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കുക. ആദ്യം ഒന്ന് ലൂസായിട്ട് വരും, പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് കട്ടിയാവും കേട്ടോ. ഏകദേശം ഈ പരുവാകുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കയ്യിൽ കുറച്ച് ഗീയോ ഓയിലോ തടവി ഇതുപോലെ ഉരുള പിടിച്ച്, ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ വേണം ഉരുള പിടിച്ച് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഉരുളയും റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് മാവിലേക്ക് പോവാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് കണ്ടോ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള മാവാണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ. ഇതിനെ നമുക്ക് കുറച്ചെടുത്ത് കയ്യിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തിയതിന് ശേഷം വളരെ തിന്നായിട്ട് പരത്തുക. എന്നിട്ട് ഒരു ഉരുള എടുത്ത് കടലപ്പരിപ്പിൻ്റെ ആ ഒരു ഉരുളയുണ്ടല്ലോ അതെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് 4 ഭാഗത്തു നിന്നുള്ള മാവ് ഇതുപോലെ വലിച്ച് എടുത്ത് വെക്കുക കേട്ടോ. മേലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ആ എക്സസ് വരുന്ന മാവുണ്ടല്ലോ അത് ഇതുപോലെ പിച്ചിയെടുത്ത് അങ്ങ് മാറ്റുക കേട്ടോ. ഒട്ടും തന്നെ അധികം മാവ് പാടില്ല. വളരെ തിന്നായിട്ടുള്ള ലെയർ വേണം മൈദയുടെ നമുക്ക് വേണ്ടത്. എന്നിട്ട് അരിപ്പൊടിയിൽ മുക്കി വേണം നമുക്കിത് പരത്താനായിട്ട് കേട്ടോ. മൈദയോ ആട്ടയോ ഒന്നും ഉപയോഗിക്കരുത്. അരിപ്പൊടിയിലാണ് നമുക്കിത് വെച്ച് പരത്തിയെടുക്കേണ്ടത്. വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം. മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ കടലപ്പരിപ്പിൻ്റെ ആ ഒരു ഇതും കറക്റ്റാണെങ്കിൽ ഒട്ടും തന്നെ പൊട്ടി പോകത്തില്ല കേട്ടോ. എന്നിട്ട് ചൂടായ തവയിലേക്കിട്ട്, ഞാനിവിടെ ഗീ ബോളിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗീ എക്സ്ട്രാ ഉപയോഗിക്കുന്നുണ്ട്. ഇത് 2 സൈഡും പൊട്ടാണ്ട് തിരിച്ച് മറിച്ചു വിട്ട് ഗീ തടവി കൊടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നതാണ് പാകമെന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ ബോളിയും ചുട്ടെടുക്കുക. ഞാൻ ഏകദേശം 20 ബോളി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ ടേസ്റ്റ് ആയിട്ടുള്ള ഗീ ബോളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പായസത്തിൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ. ബോളി റെഡി. Good.